കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രി വീണ ജോർജിന് നേരെ നടന്നത് ഗുണ്ടായിസമാണെന്നും ആസൂത്രിത ഗൂഢാലോചനയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. മന്ത്രിക്ക് അരികിലേക്ക് KSU പ്രവർത്തകർ എത്തിയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. VD സതീശന്റെ നുണയാത്രയുടെ പുതിയ നുണയാണിത്. സംഭവിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ്. കേരളത്തിലെ ആരോഗ്യമേഖല ലോകോത്തരമാണ്. അത് തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഈ ഗുണ്ടായിസം. സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികൾക്കെതിരായ പ്രചരണം നടത്തുന്നത്. ചില സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ്. ഇത് കനകൊലുകളുടെ സിദ്ധാന്തമാണ്. അതിനെ ജനം തിരിച്ചറിയും. വീണ ജോർജിന്റെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചു. ഇതേ വിഭാഗമാണ് ഇന്നലെയും മന്ത്രിയെ ആക്രമിച്ചത്. ബോധപൂർവം കടന്നാക്രമണം നടത്താനാണ് ശ്രമം. ആക്രമണത്തിൽ നുണ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമം. സതീശനും അനുയായികളും നുണ പറയാൻ ഒന്നാമതാണ്. ഇവർ പ്രതിപക്ഷം തുടരട്ടെയെന്നും ജനാധിപത്യ സമൂഹത്തിന് അതിന് അവകാശമുണ്ടെന്നും എന്നാൽ ഇത്തരം അക്രമം വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വനിതാ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ചരിത്രം കേരളത്തിൽ ഇല്ല. ഇതിനെതിരെ ജനകീയ പ്രതിരോധമൊരുക്കും. ദൃശ്യങ്ങളിൽ ആക്രമണമില്ലെന്ന ന്യായീകരിക്കുന്ന വാദവും MV ഗോവിന്ദൻ തള്ളി. വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുമെന്നും പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ഉണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ